സുഹൃത്തുക്കളെ, മഹാബലിപുരത്തെ മറ്റൊരു കാഴ്ച വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് ഈശ്വര ടെമ്പിളിലേക്കാണ്. ഇത് മഹാബലിപുരത്തിൻ്റെ ഇങ്ങേ സൈഡാണ്. ഇവിടെയാണ് ലൈറ്റ് ഹൗസും മറ്റ് കാഴ്ചകളൊക്കെ ഉള്ളത്. ഞാൻ സൈക്കിൾ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് ഇപ്പുറത്തെ ഗേറ്റ് വഴിയാണ് ഇവിടേക്ക് കയറിയത്. മുമ്പുള്ള കാഴ്ച അതിമനോഹരമാണ്. മനോഹരമായ കടൽ തീരമാണ് ചുറ്റും. അതിൻ്റെ അടുത്തായി നിൽക്കുന്ന വലിയൊരു പാറക്കല്ലിൽ കഴിപ്പിച്ച ഒരു ടെമ്പിള്. ആ പല്ലവ കാലഘട്ടത്തിലാണ് ഈ ഒരു ടെമ്പിളും പണി കഴിപ്പിച്ചത്. ശക്തമായ കാറ്റാണ് ഇവിടെ. ഇങ്ങനെ കാറ്റത്ത് പാറിപ്പോവുകയാണ്. അങ്ങനെ നമ്മൾ ദൂരെ കാണുന്നത് ലൈറ്റ് ഹൗസാണ്. നമുക്ക് പോകുമ്പോൾ അവിടെയും ഒന്ന് കയറാം. അതും കൂടി കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മഹാബലിപുരത്തെ കാഴ്ചകൾ ഏകദേശം തീർന്നു. ഇനി പിന്നെ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ തീർന്നു. ഇനി നമുക്ക് ഷോല ടെമ്പിളുണ്ട്, അതും കൂടി കാണണം.
രാജഗോപുരം. ഇവിടെ ശരിക്കും പറഞ്ഞ കാഴ്ചകൾ ധാരാളമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 3 സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് കൂടി നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരേണ്ടതാണ്. താഴെ നിന്ന് വരുമ്പോൾ, അതായത് മഹാബലിപുരത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഉള്ളിലോട്ടേക്കായിട്ടാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ. ഇതും ഇവിടെ 2 മ്യൂസിയം ഉണ്ട്, പിന്നെ ലൈറ്റ് ഹൗസ്, ഇവയൊക്കെ. അപ്പം ഗൈഡ് അവിടെ തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ ലൈറ്റ് ഹൗസ് ഉള്ള വഴി ഞാൻ ചോദിച്ചാൽ അത് അപ്പുറത്തെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗൈഡിന് ഫീയും കൊടുത്തു. ഗൈഡിന് ഇവിടെ യാത്ര പറഞ്ഞിട്ട് സൈക്കിൾ ചവിട്ടിയിട്ട് ഇപ്പുറം വന്നിട്ട് ഉള്ളിൽ കയറി. അന്നേരമാണ് ഞാനിപ്പോൾ കണ്ടത്, നമ്മൾ നേരത്തെ വന്ന ഭാഗത്ത് തന്നെ അതിന് കുറച്ച് മുകളിലായിട്ട് കാടിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന ഈ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡ് നൈസായിട്ടൊന്ന് പറ്റിച്ചു. ഈ ഒരു 3 കാഴ്ചകളുടെ കൂടി വിവരങ്ങൾ കൃത്യമായിട്ട് ഗൈഡ് തരണമായിരുന്നു, തന്നില്ല. നമുക്കിതിനെക്കുറിച്ചിട്ട് വലിയ ഇതും കൂടി ഉണ്ട് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് അത് ഞാനും കേട്ടത് 10 എണ്ണം ഉണ്ട് എന്നാണ്. ഏകദേശം ഗൈഡ് ആ 10 എണ്ണം പറഞ്ഞു തരുകയും ചെയ്തിന്. ഏകദേശം ആ 10 തന്നെ ഉണ്ട് അത്. അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. ഇവിടെ ആരും ഇല്ല കൂടുതൽ ചോദിക്കാമെന്ന് വെച്ചാൽ, ഇവിടെ ആരും ഇല്ല. കാരണം മെയിൻ ഗൈഡുമാരൊക്കെ അപ്പുറത്തെ വാതിലാണ് ഉണ്ടായത്. 2 വാതിൽ കൂടി നമുക്ക് ഇവിടേക്ക് കയറാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക. വർക്കുകൾ ഇവിടെയും ധാരാളമുണ്ട്. ഇങ്ങനെ ആസ്വദിക്കുന്നു കല്ലിൽ കൊത്തിയെടുത്ത വർക്കുകൾ. പഴയ കാലഘട്ടത്തെ ആശ്ചര്യം തോന്നുന്നു. അജന്ത എല്ലോറയ്ക്ക് പോയത് മറ്റൊരു ലോകാത്ഭുതം തന്നെയാണ്. അതുപോലെ മറ്റൊരു പ്രതിഭാസം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. ഇവിടെ ടിക്കറ്റ് ചാർജ് 10 രൂപയാണ്. ക്യാമറയ്ക്ക് 20 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 25 രൂപയും. ഫോണിലെടുക്കുന്നതിന് ചാർജൊന്നും വേണ്ട. പഴയ കാലത്തെ കപ്പലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഒരു മ്യൂസിയമാണ് ഇത്. ലൈറ്റുകളായാലും മറ്റ് എല്ലാതരം വസ്തുക്കളും ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. ഞാനിങ്ങനെ ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ട് വരികയാണ്. ആദ്യം ഒരിക്കൽ ഒരു ഓട്ടോ പ്രദർശനം നടത്തി, പിന്നീട് ഓരോന്നും കണ്ടുവരികയാണ് ചെയ്തത്. അതിന് വരുമ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ഓട്ടോ പ്രദർശനം നടത്തി. പിന്നീട് ആൾക്കാർ കുറച്ച് മാറിയപ്പോൾ ഓരോന്നായിട്ടുള്ള വീഡിയോ എടുക്കുകയാണ്. ഇതൊക്കെ പാത്രങ്ങളാണ്, പലതുമുണ്ട്. പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്, പാത്രങ്ങളുണ്ട്, തോണികളുടെ മാതൃകളുണ്ട്. ഇതിപ്പം മോട്ടറാണ് നമ്മളിപ്പം കാണുന്നത്. എന്തായാലും ഇത് പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുറച്ച് മുന്നേ ഉള്ളത്, പഴയ ഒരു രീതിയല്ല ഞാനിവിടെ എനിക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത്. അതിപ്പോൾ ഈ മെറ്റീരിയൽസ് കാണുമ്പോൾ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ബൾബുകളായാലും മറ്റുള്ള ഇതൊക്കെ ആകുമ്പോൾ വളരെ പഴയതല്ല, എങ്കിലും ഒരിടത്തരം കാലങ്ങളിൽ കപ്പലുകളിൽ ഉപയോഗിച്ച വസ്തുക്കളാണ് നമുക്കിപ്പം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് നമ്മുടെ കപ്പലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഓരോന്നും. പഴയ കാലത്ത് കപ്പൽ ടക്ക് ഓരോന്നും, ഓരോരോ അലാറാം, ഫോണ്, മറ്റുള്ള കാര്യങ്ങൾ, എല്ലാ സെറ്റപ്പുകളും ഇവിടെ ഉണ്ട്. ശരിയായിട്ടുള്ള ഒരു കപ്പലിൽ കയറിയ ഒരു ഫീലിംഗ് തന്നെ. ഇവിടെ എല്ലാത്തിനും ഒരു പ്രത്യേകത കാണുന്നത് നമ്മുടെ കൊച്ചിൻ കണ്ടോ. ഇവിടെ ഇപ്പോൾ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതും കൊച്ചിന് ഇമ്പോർട്ടൻ്റ് ആണ്. ജേർണീസ് ഓഫ് സിംഗിങ് ചൈനീസ് എക്സ്പ്ലോറിങ് 1400 കാലഘട്ടത്തിലുള്ള ചരക്ക് ഗതാഗതത്തിനായാലും നമ്മുടെ കൊച്ചിൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ നമ്മുടെ അറബിക്കടലിലുള്ള കൊച്ചിൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റായ ഒരു പ്രദേശമായിരുന്നു പഴയ കാലത്ത്. മുസരീസ് നമ്മൾ നേരത്തെ കണ്ട മറൈൻ മ്യൂസിയമാണ്. ഇത് ഹെറിറ്റേജ് മ്യൂസിയം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം എന്താണ് നമുക്ക് കാണാനുള്ളതെന്നൊക്കെ. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. പഴയകാലത്തെ കപ്പലുകളുടെ മോഡലുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്നിങ്ങനെ കറങ്ങി നടക്കാം. പണ്ട് കാലത്തെ രീതികൾ. ഈ രണ്ട് മ്യൂസിയത്തിനും കൂടി 10 രൂപ തന്നെയാണ് ചാർജ്. ഇതൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ രണ്ട് മ്യൂസിയം. ശരിക്കും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസം മഹാബലിപുരം ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ തന്നെയുണ്ട്. മ്യൂസിയം, ലൈറ്റ് ഹൗസ്. ഇനിയിപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസ് പോയിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ 2 ഇതുകൂടി കാണാനുണ്ട്. വരുന്ന വഴിയിലൊരു ബോർഡ് കണ്ടിനായിരുന്നു, ദ്രൗപദി ബാത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കണ്ട് നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് കയറിയിട്ട് ഇവിടെ ഒരു പഞ്ചരത്ന എന്ന് പറയുന്നൊരു സ്ഥലം കൂടിയുണ്ട്. അത് നമുക്കിതിൻ്റെ പുറത്താണ്, മെയിൻ റോട്ടിൽ ഇറങ്ങിയിട്ട് വേറൊരു ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് വേണം നമുക്ക് ഷോൺ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം മഹാബലിപുരം ഫുൾ കറങ്ങാനുണ്ട്. ഇനി നമുക്ക് ദ്രൗപദിയുടെ കുളിസ്ഥലത്തേക്ക് പോകാം. ഇവിടെ നിന്നാണ് ദ്രൗപദി കുളിക്കുന്ന സ്ഥലം, ദ്രൗപദി ബാത്ത്. ഇതിന് ആഴമുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ. കാണുമ്പോൾ നല്ല ആഴമില്ല പോലെ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലം തന്നെ, ആരും കാണാതെ കുളിക്കുന്ന സ്ഥലം. അടിപൊളി. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ലൈറ്റ് ഹൗസിന് മുന്നിലുള്ളത്. AD 1900 നിർമ്മിച്ച ഒരു ലൈറ്റ് ഹൗസാണിത്. ഇവിടെ എക്സ്ട്രാ ടിക്കറ്റ് ചാർജ് കൊടുക്കണം. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. വിസിറ്റേഷൻ ടൈം 10 AM to 1:30, 2 PM to 4:45. പിന്നെ എന്തായാലും നമുക്കൊന്ന് മുകളിലേക്ക് കയറാം. നമ്മളിതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലെത്തി. മനോഹരമായ വ്യൂ ഉണ്ട് ബംഗാൾ കടലിൻ്റെ. ഇനിയിതാ അടുത്ത സ്റ്റേജിലേക്ക്. ഇത് കുത്തനെയുള്ള കയറ്റമാണ്, 1.5 കയറ്റമാണ്. സ്റ്റെപ്പിൻ്റെ ഘടന തന്നെ 1.5 സെറ്റപ്പാണ്. മെല്ലെ മെല്ലെ മെല്ലെ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലെത്തി. മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ശരിക്കും ഒരു ആനേൻ്റെ പുറം പോലെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു ആനയുടെ ബാക്ക് സൈഡ് പോലെയാണുള്ളത്. ആ പാറേൻ്റെ സ്ട്രക്ചർ കണ്ടോ? നമ്മൾ അങ്ങ് ദൂരെ കാണുന്നത് കായലാണ്. നമ്മളിത് അങ്ങേ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് മഹാബലിപുരം. അങ്ങേ ഡയറക്ഷൻ നമ്മൾ വന്നത്. എന്താ പറയുക, ആ ഒരു സമയത്തുള്ള വർക്കുകൾ ശരിക്കും ഇടുന്നതാണ്. ഈ ലൈറ്റ് ഹൗസിൽ ഇവിടെ വന്നിട്ട് ഈ ലൈറ്റ് ഹൗസ് കയറിയില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങേ സൈഡ് മനോഹരമായ വ്യൂ ആണ് ബംഗാൾ ഉൾക്കടലിൻ്റെ. അറബിക്കടലിൽ ഇപ്പോൾ മാറിപ്പോകും. താഴെ നല്ല പാർക്ക്. നമ്മൾ നേരത്തെ പോയ ബീച്ചാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ ടെമ്പിള്, ഷോൺ ടെമ്പിൾ. അതിലേക്ക് ഇനി ഞാൻ പോകണത്രേ. ആദ്യം ഇവിടെ കയറിയിട്ട് ഇവിടുന്ന് പോകുന്ന വഴി അതൊന്ന് കയറാമെന്ന് വെച്ചിട്ടാണ്. ഇതൊക്കെ നമ്മുടെ മഹാബലിപുരം ടൗണാണ്. സുഹൃത്തുക്കളെ, ഞാൻ മെല്ലെ താഴേക്ക് ഇറങ്ങിയായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പഞ്ചരഥം കൂടിയുണ്ട്. അതും കൂടി നമുക്ക് കാണാം. അതിൻ്റെ ഒരു എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതും കൂടി കണ്ട് ഷോൺ ടെമ്പിളും കൂടി കണ്ടിട്ട് നമുക്ക് ഉച്ചയോട് കൂടിയിട്ട് മഹാബലിപുരത്തോട് വിട പറയണമെന്നാണ് വിചാരിക്കുന്നത്. വെയിലിൻ്റെ തീക്ഷ്ണത കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.